എഗൺ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രാജ ഓർ വിദ്രോഹി എന്ന പാഠഭാഗമാണ്. അപ്പോൾ ഇവിടെ രാജ ഓർ വിദ്രോഹി എന്ന ഈ ചാപ്റ്റർ നമ്മുടെ ആനുവൽ എക്സാമിലേക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. ഇതൊരു നാടകമാണ്. അതുകൊണ്ട് തന്നെ പലർക്കും ഇതൊരു വലിയ ചാപ്റ്റർ ആയിട്ട് തോന്നുന്നുണ്ട്. അത് മനസ്സിലാക്കാൻ കുറച്ച് പ്രയാസവും തോന്നുന്നുണ്ടാകും. അപ്പോൾ അതെന്താണ് ആ കഥ എന്നൊന്ന് നമുക്കിങ്ങനെ ചുരുക്കത്തിൽ പറഞ്ഞിട്ട് നമുക്ക് ഈ ചാപ്റ്ററിലുള്ള ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കസ് ചെയ്യണം. പിന്നെ അത് കൂടാതെ പ്രധാനമായിട്ടും ഓരോരുത്തരുടെയും ആരോട് പറഞ്ഞു എന്നുള്ള ആ ഒരു സംഭവങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഓരോരുത്തരുടെ ഡയലോഗ്സ് അത് നമ്മൾ നിർബന്ധമായിട്ട് നാടകത്തിൽ എപ്പോഴും ചോദിക്കും അല്ലേ. അതല്ലെങ്കിൽ നമുക്കൊരു കോൺവെർസേഷൻ്റെ ഭാഗമാണെങ്കിൽ ആ കോൺവെർസേഷനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ നമ്മളത് അറിഞ്ഞിരിക്കണം. ആര് തമ്മിലാണ് അവിടെ സംസാരിക്കുമ്പോൾ ആരോടാണ് ഇങ്ങനെ പറഞ്ഞത്, ആര് പറഞ്ഞതാണ് എന്നൊക്കെ അറിഞ്ഞിരിക്കണം. അപ്പോൾ അതിനു മുൻപേ നമുക്ക് രാജ ഓർ വിദ്രോഹി, ഇവിടെ രാജാവും വിദ്രോഹിയും ആരാണെന്നൊക്കെ പറയുന്നതിന് മുൻപ് നമുക്കൊരു കാര്യം മനസ്സിലാക്കണം. രവീന്ദ്രനാഥ് ടാക്കൂറിൻ്റെ നാടകമാണിത്. രവീന്ദ്രനാഥ് ടാക്കൂറിൻ്റെ നാടകമാണ്. അത് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് തന്നിരിക്കുന്നത് അമർ ഗോസ്വാമിയാണ്. ആരാണ്? അമർ ഗോസ്വാമി നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് തന്നിരിക്കുന്നത് എന്ന് വെച്ചാൽ ഹിന്ദിയിലേക്ക് വിവർത്തനം ചെയ്തതാണ്. ഇനി നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത്, നിങ്ങളൊക്കെ ക്ലാസ്സിൽ പലപ്പോഴും ചെറിയ ചെറിയ സ്കിറ്റൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ടാവില്ലേ? ഉണ്ടാകും. അപ്പോൾ ഇവിടെ നമ്മുടെ ഈ ചാപ്റ്റർ പറയുന്നത് രാജ ഓർ വിദ്രോഹി എന്ന ഈ ഒരു നാടകം നമുക്കിവിടെ തന്നിരിക്കുന്നത് എങ്ങനെയാ? ക്ലാസ്സിൽ കുറച്ച് കുട്ടികൾ ഇത് അവതരിപ്പിക്കുകയാണ്. ഈ രാജ ഓർ വിദ്രോഹി എന്ന നാടകം കുറച്ച് കുട്ടികൾ അവതരിപ്പിക്കുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ രാജാവാകണം. കഥയുടെ പേര് കേട്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി, നാടകത്തിൻ്റെ പേര് കേട്ടപ്പോൾ തന്നെ മനസ്സിലായി രാജാവുണ്ട്, പിന്നെ അത് കൂടാതെ ഒരു വിദ്രോഹി ഉണ്ട് അല്ലെ, രാജദ്രോഹി ഉണ്ട്, പിന്നെ അത് കൂടാതെ രാജാവിൻ്റെ കഥ. അങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങൾ ബാഹുബലി സിനിമ ഒക്കെ കണ്ടിട്ടില്ലേ? അപ്പോൾ അതിലെന്തൊക്കെ ഉണ്ടാവും? ഭടന്മാരുണ്ട്, സേനാപതി ഉണ്ട്. ഇതുപോലെ ഈ രാജാവ് അടങ്ങുന്ന ഈ ഒരു നാടകത്തിൽ ഒരുപാട് കഥാപാത്രങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ആരൊക്കെയാണ് ഈ കഥാപാത്രങ്ങൾ ചെയ്യുന്നത് എന്നാണ് ഇവിടെ നമ്മൾ പറയുന്നത്. രാജാവായിട്ട് ഈ നാടകത്തിലെ രാജേനാണ് രാജാവായിട്ട് അഭിനയിക്കുന്നത്. പിന്നെ ജിതേൻ, അപ്പൊ രാജാവിന് ഒരു മന്ത്രി ഉണ്ട് അല്ലെ. ജിതേൻ ആരാണ്? മന്ത്രിയാകുന്നു. ഉബേൻ ന്യായാധീഷ്, ന്യായാധീഷ് എന്ന് പറഞ്ഞാൽ ന്യായാധിപൻ. ഹേമിനെയാണ് ഈ നാടകത്തിൽ വിദ്രോഹിയാക്കുന്നത്. സേനാപതി, സൈനിക്, കുച്ച് ജനത, പിന്നെ അത് കൂടാതെ അവരുടെ കൂട്ടത്തിലുള്ള മതി. അങ്ങനെ ഇവരെല്ലാവരും കൂടിയാണ് കഥാപാത്രങ്ങളാകാൻ വേണ്ടി നിൽക്കുന്നത്. എന്താണ് ഈ കഥ എന്നറിയാമോ? ഇവിടെ രാജാവ് വളരെ സമാധാനപരമായിട്ട് രാജ്യം ഭരിച്ചിങ്ങനെ പോകുന്നു. സേനാപതിയുണ്ട്, സൈനികരുണ്ട്. പ്രത്യേകിച്ച് യുദ്ധം ഒന്നുമില്ല. കുറേ കാലമായിട്ട് ആ രാജ്യത്ത് രാജാവിന് പുതിയ യുദ്ധങ്ങളൊന്നും വരുന്നില്ല. അതുകൊണ്ട് തന്നെ രാജാവിൻ്റെ ആ ഒരു പദവിയിൽ ഇരുന്നു കൊണ്ട് ഒന്നും തന്നെ പുതുതായിട്ടൊന്നും തന്നെ ഇല്ല, ഒരു യുദ്ധങ്ങളും ഇല്ല. അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ ചിന്തിക്കുകയാണ്. എന്നിട്ട് സേനാപതിയെ വിളിച്ചുകൊണ്ട് പറയുന്നു, നിന്നെ സേനാപതിയാക്കിയതിന് ശേഷം ഇന്ന് വരെ നമ്മളൊരു യുദ്ധം ചെയ്തിട്ടില്ല. അതിനാൽ ഞാൻ വലിയ ദുഃഖിതനാണ് എന്ന് ചോദിക്കുമ്പോൾ നിന്റെ ജോലിയിൽ ഞാൻ തൃപ്തനല്ല എന്ന് ആര് പറയുന്നു? ഇവിടെ രാജാവ് പറയുന്നു. അതിൻ്റെ കാരണം അന്വേഷിച്ചപ്പോൾ രാജാവ് പറയുന്നത് എന്താണ്? നീ സേനാപതിയായിട്ട് നമ്മൾ യുദ്ധമൊന്നും ഇതുവരെ ചെയ്തില്ലല്ലോ എന്നാണ്. അപ്പോൾ ഇവിടെ സേനാപതി ചോദിക്കുന്നു, പക്ഷേ രാജൻ, നമുക്ക് എവിടുന്നാണ് ശത്രുക്കൾ വേണ്ടേ അല്ലേ? നമ്മളോട് ആരും തന്നെ യുദ്ധം പ്രഖ്യാപിച്ചിട്ടില്ല, നമുക്കാണെങ്കിൽ പ്രത്യേകിച്ച് ശത്രുക്കളും ഇല്ല, പിന്നെ നമ്മൾ ആരോട് പോയി യുദ്ധം ചെയ്യും എന്ന് ചോദിച്ചപ്പോൾ രാജാവിൻ്റെ മറുപടി എന്തായിരുന്നു എന്നറിയാമോ? ശത്രു ഇല്ലെങ്കിൽ ശത്രുവിനെ കണ്ടെത്തണം. അപ്പോൾ ഇവിടെ നമുക്കൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരു ശത്രുവിനെ കണ്ടെത്തി യുദ്ധം ചെയ്യാന്ന് പറയുമ്പോൾ ഇവിടെ യുദ്ധം അല്ലെ ശരിക്കും ഒരു അനാവശ്യമായ ഒരു കാര്യത്തിനാണ് ഇവിടെ നമ്മുടെ രാജാവ് യുദ്ധം ചെയ്യണം. ഇവിടെ രാജാവ് ആഗ്രഹിക്കുന്നത് വെറും ഒരു രസകരമായ ഒരു കാര്യത്തിന് വേണ്ടി മാത്രം, തനിക്ക് യുദ്ധമാണ് എന്ന് പറയാനും യുദ്ധം ജയിച്ചു എന്ന് കേൾക്കാനും അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ രാജാവ് വെറുതെ ഒരു യുദ്ധം നയിക്കാൻ വേണ്ടി പറയുന്നു. അങ്ങനെ സേനാപതി തൻ്റെ രാജ്യത്ത് നിന്ന് തന്നെ ജനങ്ങളിൽ നിന്ന് ഒരു ശത്രുവിനെ കണ്ടെത്താണ്. അപ്പോൾ ഈ ശത്രുവിനെ കണ്ടെത്തുന്നത് ആരാന്നറിയാമോ? അതാണ് നമ്മുടെ നമ്മുടെ ഇവിടുത്തെ കഥാപാത്രമാകാൻ കുറേ കുട്ടികൾ നിൽക്കുന്നില്ലേ, അതിലുള്ള ഹേമിനെയാണ് ഇവരെന്തായിട്ട് കാണിക്കുന്നത്? വിദ്രോഹിയായിട്ട് ചിത്രീകരിക്കുന്നത്. അപ്പോൾ വിദ്രോഹി എന്ന് പറയുമ്പോൾ ഹേമിനോട് പെട്ടെന്ന് പോയിട്ട് സേനാപതി പറയാണ്, ഞങ്ങൾ നീയുമായിട്ട് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. അപ്പോൾ ഹേമാകെ ഞെട്ടിപ്പോയി അല്ലേ, എന്ത് കാരണത്തിനാണ് എന്നോട്
യുദ്ധം ചെയ്യുന്നത്? ഞാൻ എന്ത് തെറ്റ് ചെയ്തു? നീ ഒരു വിദ്രോഹിയാണ് എന്ന് പറയുന്നു. അപ്പോൾ അതിനുള്ള കാരണം അന്വേഷിച്ചപ്പോൾ പറയുന്നത് എന്തായിരുന്നു? ആ രാജാവ് നിന്റെ വീടിന്റെ മുന്നിലൂടെ പോകുമ്പോൾ നീ കോട്ടുവ ഇട്ടു എന്ന് പറയുന്നു. അത് വലിയ ആ രാജദ്രോഹമാണ്. അപ്പൊ എന്താണ്? തുമ്മിയാ തെറിക്കുന്ന കാരണം പോലെ ഒരു ചെറിയൊരു കാരണം പറയാണ്. ഒരു യുദ്ധത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ കാരണമാണ്. അപ്പൊ പിന്നീട് ഇതേ കാര്യം ജനങ്ങൾ ചോദ്യം ചെയ്യാൻ വേണ്ടി വന്നു. ന്യായാധിപനെ കണ്ടിട്ട് ചോദിക്കുന്നു. അപ്പോഴൊക്കെ ന്യായാധിപനും ഒഴിഞ്ഞു മാറുകയാണ്. കാരണം ഇത് ന്യായമല്ല എന്ന് എല്ലാവർക്കും അറിയാം. ന്യായാധിപനും അധിക സമയമൊന്നും ജനങ്ങളോടൊപ്പം പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. പിന്നീട് രാജാവ് വന്ന് ചോദിച്ചപ്പോൾ രാജാവ് പറയുന്നത് മറ്റൊരു കാരണമാണ്. എന്താണ്? കൊട്ടാരത്തിലെ ആന പുറത്തേക്ക് പോകുമ്പോൾ ഹേമ് അവിടെ തുപ്പി എന്നാണ് പറയുന്നത്. അപ്പൊ എന്ത് കാരണമാണെങ്കിലും അവിടെ ഒന്നും എന്തല്ല, യുദ്ധത്തിന് തക്കതായിട്ടുള്ള ഒരു കാരണമൊന്നുമില്ല. അപ്പൊ ഇവിടെ നമുക്ക് ഈ രാജാവ് ഒരുപാട് കാര്യങ്ങൾ കാണിച്ച് പറയാം. രാജാവിൻ്റെ ഒരു ക്യാരക്ടറിനെ നമ്മൾ മനസ്സിലാക്കണം. ഒന്ന്, യുദ്ധത്തിന് യുദ്ധം അനാവശ്യമാണെന്നും യുദ്ധം കൊണ്ട് ഒരു ഗുണവുമില്ലെന്നും അത് നഷ്ടം മാത്രം വരുത്തുള്ളൂ എന്നും ചിന്തിക്കുന്നില്ല. തൻ്റെ രാജ്യത്തിൻ്റെ സമാധാനത്തെക്കുറിച്ചോ തൻ്റെ സൈനികരെ കുറിച്ചോ ഒന്നുമല്ല രാജാവിന് ചിന്ത. രാജാവ് ചിന്തിക്കുന്നത് എന്താണ്? തനിക്ക് ഒരു യുദ്ധം കാണണമല്ലോ, അല്ലെ, ജയിച്ചു എന്ന വാർത്ത കേൾക്കണമല്ലോ, അങ്ങനെ ഈ സൈനികർക്ക് എന്തെങ്കിലും ഒരു ജോലി വേണ്ടേ എന്നൊക്കെയാണ് ആര് ചിന്തിക്കുന്നത്? നമ്മുടെ രാജാവ് ചിന്തിക്കുന്നത്. അപ്പൊ ഇവിടെയുള്ള രാജാവ് ഒരിക്കലും തന്നെ ജനങ്ങളുടെ ക്ഷേമത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ആളല്ല, ന്യായത്തിന് പ്രാധാന്യം നൽകുന്ന ആളല്ല എന്നൊക്കെ നമുക്ക് ഈ നാടകത്തിലൂടെ മനസ്സിലാകുന്നുണ്ട്. അപ്പൊ നമ്മളോട് 4 മാർക്കിന് എക്സാമിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് രാജാവിൻ്റെ ക്യാരക്ടർ സ്കെച്ച്. ടിപ്പണി എഴുതാൻ വേണ്ടി നമ്മളോട് ചോദിക്കും. അപ്പൊ രാജാവിൻ്റെ ക്യാരക്ടറിനെ കുറിച്ച് നമുക്ക് പഠിക്കാം. രാജാ ഓർ വിദ്രോഹി നാടക കാ മുഖ്യ പാത്ര ഹേ രാജാ ഓർ വിദ്രോഹി എന്ന നാടകത്തിലെ ഒരു പ്രധാന കഥാപാത്രമാണ് ഇവിടുത്തെ രാജാവ്. രാജ അപ്പിനെ രാജ് ഓർ ജനതാ കാ സംരക്ഷക് ഹേ, അല്ലെ, ഒരു രാജാവ് എന്ന് പറഞ്ഞാൽ തൻ്റെ രാജ്യത്തിൻ്റെയും തൻ്റെ ജനങ്ങളുടെയും സംരക്ഷകനാണ്. ലേക്കിൻ നാടക കെ രാജ, പക്ഷേ നമ്മുടെ നാടകത്തിലെ രാജാവ് വഹ് ലഡായി സെ ആനന്ദ് ഓർ ഉല്ലാസ് കാ അനുഭവ് കർനെ വാലാ ഹെ, നമ്മുടെ നാടകത്തിലെ രാജാവ് എന്ന് പറയുന്നത് അദ്ദേഹം ഈ ലഡായി യുദ്ധത്തിൽ നിന്ന് ഉല്ലാസവും ആനന്ദവും ഒക്കെ കണ്ടെത്തുന്ന, അങ്ങനെ ഇഷ്ടപ്പെടുന്ന ഒരാളായിരുന്നു. ഇസ്ലിയേ വഹ് ഹേം പർ ജൂട്ടാ ആരോപ് ലഗാക്കർ ഉസ്കെ സാത്ത് ലഡായി കർത്താ ഹെ, അതുകൊണ്ട് തന്നെയാണ് തൻ്റെ ജനങ്ങളിൽ, തൻ്റെ പ്രജകളിലുള്ള ഒരാളായ ഹേമിന് നേർക്ക് യുദ്ധം പ്രഖ്യാപിക്കുന്നത്. ജനതാ കെ അനുസാർ, ജനങ്ങളുടെ അഭിപ്രായത്തിൽ രാജ ന്യായ ധർമ്മ കെ പാലൻ കർണേ മേ ഹാർ ഗയേ ഹെ. അപ്പൊ ഇവിടുത്തെ രാജാവ്, നമ്മുടെ ഈ നാടകത്തിലെ രാജാവ് ജനങ്ങളുടെ മനസ്സിൽ എന്തായിരിക്കുന്നു? അദ്ദേഹം പരാജയപ്പെട്ടിരിക്കുന്നു. എന്തിലാണ് അദ്ദേഹം പരാജയപ്പെട്ടത്? ന്യായവും ധർമ്മവും പാലിക്കുന്നതിൽ അദ്ദേഹം പരാജയപ്പെട്ടു. ഹാർന, പരാജയം. ജനതാ കെ ദർബാർ മേ വഹ് അപരാധി ബി ഹെ, അപ്പോൾ ഇവിടെ ഒരു അപരാധിയായിട്ടാണ് നമ്മൾ രാജാവിനെ കാണുന്നത്, അല്ലെ? രാജാവ് ശരിക്കും തെറ്റു ചെയ്തു. ആരുടെ മനസ്സിലാണ് അദ്ദേഹം അപരാധിയായത്? ജനങ്ങളുടെ മനസ്സിൽ. രാജാവ് ഒരിക്കലും ചിന്തിക്കാത്തൊരു കാര്യമുണ്ട്, എത്രയൊക്കെ സമ്പത്തുണ്ടെങ്കിലും എന്തൊക്കെ സ്ഥാനമുണ്ടെങ്കിലും ജനങ്ങളുടെ മനസ്സിൽ സ്ഥാനമില്ലെങ്കിൽ അയാൾക്ക് എന്തില്ല, അയാൾ രാജാവല്ല. അപ്പൊ ആ ഒരു സ്ഥാനത്തെയാണ് ഇവിടെ രാജാവ് നഷ്ടപ്പെടുത്തുന്നത്. अपने साथ न्याय नहीं है ये जानते हुए भी वह अपनी नीति पर अटल रहता है. തൻ്റെ ഭാഗത്ത് ന്യായമില്ല എന്നറിഞ്ഞിട്ടും രാജാവ് തൻ്റെ ഭാഗത്തിന് വേണ്ടി, അല്ലെ, തൻ്റെ എന്താ പറയാ, ന്യായത്തിന് വേണ്ടിയിട്ട്, ന്യായമല്ല അന്യായത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം തർക്കിക്കുകയാണ് ജനങ്ങളോട്. അവസാന ഭാഗത്തിലേക്ക് നമുക്ക് കാണാം, ഹേമിന് വേണ്ടിയിട്ട് പ്രജകളെല്ലാവരും ഹേമിൻ്റെ ഭാഗത്ത് നിൽക്കുന്നു, രാജാവുമായിട്ട് യുദ്ധം ചെയ്യുന്നു. അപ്പോൾ സേനാപതി അവിടേക്ക് വരികയാണ്, രാജ നമ്മൾ തോറ്റുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നു. അപ്പൊ എന്താ, സൈനികരിൽ പലരും എന്തായിരിക്കുന്നു, ഹേമിൻ്റെ ഭാഗത്തേക്ക്
പോയിരിക്കുന്നു. പലരും സൈന്യം വിട്ട് ഓടുകയാണ്. അപ്പൊ രാജാവ് പറയാണ് അവരോട് ഓടല്ലേ എന്ന് പറയാം, അവർക്ക് ഇത്ര ഇനാം നൽകാം, സമ്മാനം നൽകാം എന്നൊക്കെ പറയുമ്പോഴും ജനങ്ങൾ എങ്ങോട്ട് മാറി നിൽക്കുന്നു? ന്യായത്തിന്റെ ഭാഗത്ത് നിൽക്കുകയും അവസാനം രാജാവിന് രാജ്യവും നഷ്ടപ്പെട്ട് തൻ്റെ കിരീടം അവരിലേക്ക് അർപ്പിക്കേണ്ടി വരുന്നു. അങ്ങനെ അവിടെ എന്താണ് രാജാവിൻ്റെ ഈ ഒരു അത്യാഗ്രഹം കാരണം? അത്യാഗ്രഹം എന്നും പറയാൻ പറ്റില്ല അല്ലെ, ഉല്ലാസത്തിനും ആനന്ദത്തിനും വേണ്ടി അവിടെ രാജാവ് നഷ്ടപ്പെടുത്തിയത് തൻ്റെ രാജാവ് എന്ന പദവിയെയാണ് നഷ്ടപ്പെടുത്തിയത്. ആ മുകുടം ജനങ്ങളിലേക്ക് തന്നെ ഹേമിന്റെ കൈകളിൽ അദ്ദേഹം ഏൽപ്പിക്കുന്നു. എന്നിട്ട് അദ്ദേഹം പറയാം, നീ ഒരിക്കലും ആരെ വിശ്വസിക്കരുത്, നിന്റെ ഇവിടുത്തെ സ്തുതി പാഠകരായിട്ടുള്ള കുറെ ആളുകളുണ്ട്, രാജാവിനെ പുകഴ്ത്തി പാടുന്ന, അവരുടെ സ്ഥാനം നീ ഇല്ലാതാക്കണം എന്ന് വെച്ചാൽ അതിലൊക്കെ ഇങ്ങനെ അവരുടെ സ്തുതി ഗീതങ്ങളൊക്കെ കേട്ട് എല്ലാത്തിലും രാജാവിൻ്റെ ശരിയിലും തെറ്റിലും ഒക്കെ രാജാവിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കൂട്ടം ആളുകൾ അവരെന്താക്കേയുള്ളൂ, അവർ രാജാവിനൊരിക്കലും നന്മ നൽകുകയല്ല, തിരിച്ച് ഇതുപോലുള്ള ആപത്തുകളിൽ പെടുകയുള്ളൂ. അപ്പൊ ന്യായ് ജനതാ കെ സാത്ത് ഹേ, ഇവിടെ ഈ നാടകത്തിൽ എന്താണ്? ന്യായം ആരുടെ പക്കലാണ്? ജനങ്ങളുടെ പക്കലാണ്. യേ ജാൻതേ ഹുവേ ബി, ഇതറിഞ്ഞിട്ടും രാജ് മുകുട് ഉത്താർക്കർ ജനതാ മേ മിൽ ജാന വഹ് നഹി ചാത്ത, ജനങ്ങളുടെ ഭാഗത്താണ് ന്യായം എന്നറിഞ്ഞിട്ടും ആദ്യമൊന്നും രാജാവ് എന്ത് ചെയ്യുന്നില്ല? ആ കിരീടം മുകുടം ജനങ്ങളിലേക്ക് കൊടുക്കുന്നില്ല. ജനങ്ങൾ ആവശ്യപ്പെട്ടു അത് അയച്ചു നൽകാൻ. യഹാം രാജാ കെ ചരിത്ര ദോ തര ദേഖ് സക്തേ ഹെ, ഇവിടെ നമുക്ക് രാജാവിനെ രണ്ട് രീതിയിൽ കാണാൻ പറ്റും. ഇതിഹാസ് മേ പരിചിത് കേവൽ സൈനിക ശക്തി കെ ബാരെ മേ ചിന്തിത് രാജ, നമ്മുടെ ചരിത്രത്തിലൊക്കെ കാണുന്ന വെറും യുദ്ധം ചെയ്യുക, വെട്ടിപ്പിടിക്കുക, രാജ്യത്തിന്റെ വിസ്തൃതി കൂട്ടുക, ഇങ്ങനെ ചിന്തിച്ചിരുന്ന കുറച്ച് രാജാക്കന്മാരുടെ കൂട്ടത്തിൽ നമുക്ക് അങ്ങനെ കാണാം. അതല്ലെങ്കിൽ ദൂസര ഉസ് മഹാൻ രാജ് കാ ഹെ ജോ ജനതാ കെ ഹിത് മേ സബ് കുച്ച് ചോഡ്താ ഹെ. ഇനി അതല്ലെങ്കിൽ മറ്റൊന്നായിട്ട് നമുക്ക് രാജാവിൻ്റെ ഈ നാടകത്തിന്റെ അവസാന ഭാഗത്തെ നമുക്ക് ഇങ്ങനെയും പറയാം, ജനങ്ങളുടെ അവസാനം നിവർത്തിയില്ലാതെ വന്നിട്ട് ഇവിടെ രാജാവ് അങ്ങനെയാണ്, നിവർത്തിയില്ലാതെയാണ് കൊടുക്കുന്നത്. എങ്കിലും നമുക്ക് അങ്ങനെയുള്ള കുറച്ച് രാജാക്കന്മാരും ഉണ്ടായിരുന്നു, ജനങ്ങളുടെ ഹിതത്തിന് വേണ്ടിയിട്ട് എല്ലാത്തിനെയും ത്യജിച്ച രാജാവ്. ഇങ്ങനെ രണ്ട് വിഭാഗത്തിലുള്ള രാജാക്കന്മാരെയും നമുക്ക് ഈ ഒരു നാടകത്തിലൂടെ കാണാൻ സാധിക്കും എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് ഈ നാടകത്തിലുള്ള പ്രധാനപ്പെട്ട കുറച്ച് ഡയലോഗ്സ് ആണ് നോക്കാം. രാജാ കി ഇച്ഛാ കെ സാമനെ ഹമേ സിർ ജുക്കാനാ ഹി പടേഗാ. രാജാ കി ഇച്ഛാ കെ സാമനെ എന്ന് വെച്ചാൽ രാജാവിൻ്റെ ആഗ്രഹത്തിന് നമുക്ക് എന്താക്കേണ്ടി വരും? തല കുനിക്കേണ്ടി വരും. ഇതാരാണ് പറയുന്നത് എന്നറിയാമോ? നമ്മുടെ നാടകത്തിലെ ഇത് പറയുന്നത് ന്യായാധീശാണ്. ആരാണ് ന്യായാധീശ്? ന്യായാധിപൻ. ഇനി അടുത്തത് ലഡായി കെ ആനന്ദ് ഓർ ഉല്ലാസ് സെ തും ലോഗ് മുझे അലഗ് കർനാ ചാത്തേ ഹോ. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നന്നായി വായിച്ചിട്ടുണ്ടെങ്കിൽ വേഗം ആൻസർ ചെയ്യാൻ പറ്റും. ലഡായി കെ ആനന്ദ്, എന്താണ് ലഡായി? ലഡായി എന്ന് പറഞ്ഞാൽ യുദ്ധം. യുദ്ധത്തിന്റെ ആനന്ദത്തിൽ നിന്നും ഉല്ലാസത്തിൽ നിന്നും തും ലോഗ് മുझे അലഗ് കർനാ ചാത്തേ ഹോ. അലഗ് കർന എന്ന് പറഞ്ഞാൽ എന്താ? വേർപെടുത്താൻ നോക്കുകയാണ്. ഇത് നമ്മുടെ രാജനാണ് പറയുന്നത്. രാജൻ എന്ന് പറഞ്ഞാൽ രാജ അല്ലെ? രാജാ കേത്തേ ഹേ. ആരോടാ പറയുന്നത്? ജനങ്ങളോട്. അഗർ ആപ് ന്യായാധീശ് കാ കർത്തവ്യ പാലൻ നഹി കർ സക്തേ തോ ഫിർ ആപ്കാ കോയി ഫൈസ്ല ഹം നഹി മാനേംഗെ. ഇതാരാ പറയുന്നതെന്ന് അറിയാമോ? അഗർ ആപ് ന്യായാധീശ് കെ കർത്തവ്യ പാലൻ എന്ന് വെച്ചാൽ ന്യായാധിപനോടാണ് പറയുന്നത് അല്ലെ? ന്യായാധിപന്റെ കർത്തവ്യം നന്നായി പാലിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ഒരു തീരുമാനവും പിന്നീട് ഞങ്ങൾ അനുസരിക്കുകയില്ല, അല്ലെങ്കിൽ അംഗീകരിക്കുകയില്ല. ഇതിവിടെ പറയുന്നത് ജനങ്ങളാണ്. ജനങ്ങൾ ആരോട് പറയുന്നു? ന്യായാധീശനോട്, ന്യായാധിപനോടാണ് പറയുന്നത്. അപ്പൊ ജനത കിസ്നെ കഹത്തെ ഹേ? ജനങ്ങളോടാണ് പറയുന്നത്. അടുത്തത് മഗർ രാജാ ബന്നെ കെ ബാദ് തോ മഹാരാജ് ഏക് ബാർ ഭി ഹമാരെ ഘർ കെ സാമനെ സെ നഹി ഗുസറേ ഹേ. ഗുസർന എന്ന് പറഞ്ഞാൽ കടന്നു പോകുക.
ഇതാരായിരിക്കും പറയുന്നുണ്ടാകുക? ആരുടെ നേർക്കാണ് ഇവിടെ അപരാധം ചുമത്തപ്പെട്ടത്? ഇവിടെ വിദ്രോഹിയായി ചിത്രീകരിക്കുന്നത് ആരെയാണ്? ഹേമിനെയാണ്. അപ്പോൾ ഹേമ പറയുന്നതാണ്, രാജാവ് പോകുമ്പോൾ ഞാൻ മര്യാദയില്ലാതെ പെരുമാറി എന്ന് പറഞ്ഞാൽ കോട്ടുവായിട്ടതിനാട്ടോ പറയുന്നത്. അങ്ങനെ പറയണമെങ്കിൽ രാജാവ് ഇന്ന് വരെ, ഇദ്ദേഹം രാജാവായതിനു ശേഷം ഒരിക്കൽ പോലും എൻ്റെ വീടിൻ്റെ മുന്നിലൂടെ അദ്ദേഹം കടന്നു പോയിട്ടില്ല. അപ്പൊ ഇത് പറഞ്ഞിരിക്കുന്നത് ഹേമാണ്. ആരോടാണെന്ന് അറിയാമോ? സേനാപതിയോടാണ് പറയുന്നത്. ആജ്ഞാ ദീജിയെ മഹാരാജ്, മേരെ ലിയെ ആപ്കി ഇച്ഛാ ഹി സബ് കുച്ച് ഹേ. ആജ്ഞാപിച്ചാലും രാജൻ, അല്ലെ, എന്നെ സംബന്ധിച്ച് താങ്കളുടെ ആഗ്രഹമാണ്, ഇച്ഛ ആഗ്രഹം, താങ്കളുടെ ആഗ്രഹമാണ് എനിക്കെല്ലാം എന്ന് പറയുന്നു. ആരാ പറയുന്നത് എന്നറിയാമോ? സേനാപതിയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഈ ഒരു ഡയലോഗ്സ് ഒക്കെ നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. ടെക്സ്റ്റ് ബുക്ക് നന്നായി വായിക്കുക. നമ്മുടെ എക്സാമിന് വരുന്ന 1 മാർക്കിൻ്റെയും 2 മാർക്കിൻ്റെയും ഒക്കെ ചോദ്യങ്ങൾ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് നന്നായി വായിച്ചെങ്കിലേ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. പ്രത്യേകിച്ച് നാടകത്തിൽ ആരാണ് പറഞ്ഞത് എന്നൊക്കെ ഇതുപോലെ നമുക്ക് ഓരോ ഡയലോഗ്സ് നൽകിയിട്ട് ആരാരോട് പറഞ്ഞു എന്നൊക്കെ ചോദിക്കുമ്പോൾ കറക്റ്റായിട്ട് ആൻസർ ചെയ്യാൻ സാധിക്കണം. അപ്പോൾ നന്നായി വായിച്ച് നിങ്ങൾ മനസ്സിലാക്കി പഠിക്കേണ്ട ഒരു ചാപ്റ്ററാണ്. നമ്മുടെ ആനുവലിൻ്റെ പോർഷനിൽ 2 ചാപ്റ്റേഴ്സേ വരുന്നുള്ളൂ. ഒന്ന് രാജാ ഓർ വിദ്രോഹി, മറ്റൊന്ന് ബോൺസായി. ബോൺസായി എന്നത് ചെറിയ കവിതയാണ്, അത് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും. പക്ഷേ രാജാ ഓർ വിദ്രോഹി എന്ന ചാപ്റ്റർ നിങ്ങൾ നന്നായിട്ട് മീനിങ് പഠിക്കണം, അത് നന്നായി വായിച്ചു നോക്കണം, കഥ മനസ്സിലാക്കണം. ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് രാജാവിൻ്റെ ക്യാരക്ടർ സ്കെച്ച് പഠിക്കണം. എന്നിട്ടേ നമുക്ക് എക്സാമിന് നമുക്ക് 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യനും അതുകൂടാതെ നമുക്ക് 1 വേർഡും 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനും ഒക്കെ അറ്റൻഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങാം, നമുക്ക് ഒരുമിച്ച് പഠിക്കാം. ഇനി ഇതുപോലുള്ള വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.